അപ്പോൾ നമ്മൾ കാസറോളൊക്കെ നമ്മൾ അടച്ച് വെച്ചിട്ട് തുറക്കുമ്പോഴത്തേന് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ചപ്പാത്തി നമ്മൾ കഴുകി ഉണക്കി വൃത്തിയാക്കി അടച്ച് വെച്ചാൽ പോലും നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ടു വെക്കാൻ നേരം അത് തുറക്കുമ്പോഴത്തേന് ഒരു സ്മെല്ല് കാണും. ആ ഒരു സ്മെല്ല് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ കാസറോളിനകത്ത് കുറച്ച് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് നമുക്ക് കാണത്തില്ല തുറക്കുമ്പോൾ കേട്ടോ. ചിലർക്കൊന്നും ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടില്ല. അപ്പം പല സൈസ് കാസറോൾ ഉണ്ടല്ലോ, അപ്പം ചിലതിലൊക്കെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും നമ്മൾ അടച്ച് വെച്ചിട്ട് ഇതേപോലെ തുറക്കുമ്പോൾ. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ശർക്കരയൊക്കെ മേടിച്ച് പാത്രത്തിലോട്ടാക്കിയൊക്കെ വെക്കുമല്ലോ, കുപ്പിയിലൊക്കെ ആക്കി വെക്കുമ്പോഴത്തേനും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും എൻ്റെ പുറം ഭാഗമൊക്കെ ഒരുമാതിരി പൂപ്പലടിച്ചാണ് ചീത്തയായി പോകാറുണ്ട്. പിന്നെ ശർക്കര നമ്മൾ ഉരുക്കിയെടുത്താൽ പോലും ഒരു പുളിപ്പായിരിക്കും അല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു സ്വല്പം ഉപ്പ് കൂടി ഒന്ന് ഇട്ടിട്ട് നമ്മൾ ടിന്നിനകത്തോട്ടൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും കേട്ടോ. പക്ഷേ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് മാറ്റിയിട്ട് പാത്രത്തിനകത്തോട്ടാക്കി വെക്കുക. ഉപ്പ് കുടഞ്ഞ് അരിയാൻ നേരം ഭയങ്കരമായിട്ട് കണ്ണ് എരിയും അല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഒലിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് തണുത്തതിന് ശേഷം അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അത്രയും ആ ഒരു കണ്ണ് എരിയത്തില്ല കേട്ടോ. അതല്ല എങ്കിൽ ഇതേപോലൊരു പാത്രത്തിനകത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക. ആവശ്യത്തിന് എത്രമാത്രം നമ്മൾ എടുക്കുന്നോ അതിനനുസരിച്ച് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണെരിയാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് സവാളയൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഫ്രിഡ്ജിൽ ഒരു ബാഡ് സ്മെല്ലായിരിക്കും, പ്രത്യേകിച്ച് എപ്പോഴും സാധനങ്ങൾ നമ്മൾ നിറച്ച് വെക്കുന്നതല്ല. അപ്പോൾ അതിനകത്ത് ആ സ്മെല്ല് മാറുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കിയിട്ടും കൂർത്ത ഭാഗം നമുക്ക് താഴത്ത് വരുന്ന രീതിയിൽ കണ്ടോ ഇതേപോലെ വെക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അധികം 1 മാസത്തിൽ കൂടുതൽ നമുക്ക് മുട്ടയൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഉണ്ടോ കൂർത്ത ഭാഗം താഴെ വരുന്ന രീതിയിൽ നമ്മൾ ട്രെയിൽ വെച്ച് കൊടുക്കുക. തീരെ ഉപയോഗിക്കാറുള്ളതാണ് ലൈറ്റർ, പ്രത്യേകിച്ച് അതിനകത്ത് ഫുഡിൻ്റെയൊക്കെ വേസ്റ്റ് കയറിയിട്ട് ലൈറ്റർ ചീത്തയാണെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിയിടും. അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് ടൂപ്പിക്കോ വെച്ചിട്ട് ഇതേപോലെ നാക്കി കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള അഴുക്കെല്ലാം പോയിട്ട് അതേപോലെ ബഡ്സ് ഉണ്ടെങ്കിൽ അതിനകത്തോട്ടിട്ട് കൊടുക്കുക. ബഡ്സ് ഇല്ലാത്തവർ ഇതേപോലെ ടിഷ്യൂ പേപ്പറിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അത് ചെറുതായിട്ട് ആക്കിയിട്ട് ഇതേപോലെ ആക്കി എടുക്കുക. അപ്പോൾ അതിനകത്തുള്ള അഴുക്കും വേസ്റ്റും എല്ലാം പോയിട്ട് നനയ്ക്കാനൊക്കത്തില്ലല്ലോ. അപ്പോൾ നനച്ച് കഴിഞ്ഞാൽ ലൈറ്റർ നമുക്ക് കുറേ നേരത്തേക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അഴുക്കൊക്കെ പോകുന്നതിന് ഇതേപോലെ ടിഷ്യൂ പേപ്പറിൻ്റെ ചെറിയ പീസ് അതിനകത്തോട്ടിട്ടിട്ട് ട്യൂബിക്കോ ചെറിയ കമ്പ് വെച്ചിട്ടോ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഫുഡിൻ്റെയൊക്കെ വേസ്റ്റ് ഉണങ്ങി പിടിച്ചിരിക്കുന്ന എല്ലാം പോയിട്ട് നമുക്ക് ലൈറ്റർ നല്ല രീതിയിൽ കത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ അതിൻ്റെ പുറം ഭാഗമൊക്കെ കണ്ടോ നനഞ്ഞിട്ട് തുരുമ്പിക്കും, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പറിനകത്ത് കുറച്ച് ഉപ്പ് കൂടി എടുക്കുക. ഒരു സ്പൂൺ, കുറച്ച് മതി, ഒരു സ്പൂണും വേണ്ട ആവശ്യമില്ല. ഒരു സ്വല്പം ഉപ്പ് പൊടി എടുത്തതിന് ശേഷം ഒരു സ്വല്പം വിനാഗിരിയും കൂടെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെ അതിനകത്ത് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അഴുക്ക് മുകളിലത്തെ തുരുമ്പ് ഒക്കെ പോയിട്ട് ക്ലീനായിട്ട് കിട്ടും. എന്നിട്ട് അത് വെച്ചൊന്ന് തേച്ച് കൊടുക്കുക. ആ തുരുമ്പെല്ലാം നമുക്ക് ടിഷ്യൂ പേപ്പറിനകത്തോട്ട് പിടിച്ച് കിട്ടും. കണ്ടോ പെട്ടെന്ന് തന്നെ ആ തുരുമ്പിൻ്റെയൊക്കെ കറ പോയിട്ട് നല്ല വെട്ടി തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും.